നമുക്ക് വീണ്ടും ഒരാഴ്ചയും കൂടെ ദൈവം നൽകി ഇങ്ങനെ ഒരുമിച്ച് കൂടാനും മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും ആ, നമുക്ക് കർത്താവിൻ്റെ ചില ടീച്ചിങ് സെക്ഷൻസ് പഠിക്കാനും അങ്ങനെ നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് ഒരു ഒരു നല്ല ഡിസൈപ്പിളായിട്ട് നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ടുപോകാം എന്ന് നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന പാസേജസ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞു 5 മെയിൻ സെക്ഷൻസ്, ടീച്ചിങ് സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് 4-മത്തെയാണ്. ഗോഡ് വില്ലിങ് ഒരു ക്ലാസ്സും കൂടെ, ഒരു സെക്ഷനും കൂടെ എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഫുൾ സ്ക്രീൻ ആയോ? Yes. ഓക്കെ, താങ്ക് യു. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസൈപ്പിൾഷിപ്പിന്റെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ട്രൂ ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ ഡിസൈപ്പിൾ ആണ് എന്ന് പറയുന്നതിന് മുമ്പ് ദൈവം പോയിന്റ് ഔട്ട് ചെയ്ത ഒരേ ഒരു കാര്യമാണ്, ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. അത് ഉറപ്പ് വരുത്തിയിട്ടേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഈ ക്വസ്റ്റ്യന് പ്രസക്തിയുള്ളൂ, ഞാൻ ട്രൂ ഡിസൈപ്പിൾ ആണോ അല്ലെങ്കിൽ എങ്ങനെ ട്രൂ ഡിസൈപ്പിൾ ആകാം. അപ്പം അതാണ് അതിൻ്റെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ. നമ്മൾ മാത്യൂസ് ഗോസ്പലിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ 5 to 7, 10, 13, 18, 24, 25 എന്ന ടീച്ചിങ് സെക്ഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് 18-ാം അധ്യായം ആണ് ധ്യാനിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ജസ്റ്റ് ക്വിക്കായിട്ട് റിവ്യൂ ചെയ്യാം. ഡിസൈപ്പിൾഷിപ്പ് അതൊരു ജീവിത രീതിയാണ്. വളരെ കടപ്പാടും അസംബ്ലി ഫെലോഷിപ്പും ഒത്തിണങ്ങി പോകുന്ന ഒരു ജീവിത രീതിയാണ്. മനോഭാവം എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്, കാരണം നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് എപ്പോഴും നല്ല കാര്യം ചെയ്യാൻ പ്രയാസവും മോശമായ കാര്യം ചെയ്യാൻ എളുപ്പവുമാണ്. അഹങ്കാരവും മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെല്ലുവിളിയുടെ ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് കർത്താവിനെ അനുസരിക്കാൻ. ട്രൂ ഡിസൈപ്പിൾഷിപ്പ് പോയിന്റ് നമ്പർ 3, ഇറ്റ് വർക്ക്സ് ഓൺ ഒബ്ലൈജ്ഡ്, കടപ്പാടുള്ള സ്നേഹവും പേടിയില്ലാത്ത താഴ്മയും സഹനവും ഉള്ള അനുസരണവും സന്തോഷത്തോടുകൂടെ മെനക്കെട്ട് അനുസരിക്കുന്ന മനോഭാവവും ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരവസ്ഥയുമാണ്. അതിന് വലിയ വിലയുണ്ട്. എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും ദൈവം അത് സ്വീകരിക്കില്ല. നമ്മൾ ആദ്യത്തെ പ്രസംഗം നമ്മൾ കണ്ടു. കർത്താവ് മാത്യു 5, 6, 7 കർത്താവിൻ്റെ രാജ്യത്ത് കർത്താവിൻ്റെ ഭരണസമയത്ത് ആളുകൾ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ പ്രിൻസിപ്പിൾസ് അവരോട് പറഞ്ഞതിന് ശേഷം 2 കറക്ഷൻ അവർക്ക് കൊടുക്കുകയാണ്. അവർ എങ്ങനെ ന്യായപ്രമാണത്തെ മനസ്സിലാക്കി അതിൽ തെറ്റെന്താണെന്നും ശരിയായിട്ട് എങ്ങനെ മനസ്സിലാക്കണമെന്നും കർത്താവ് ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം അവരുടെ കപടഭക്തിയെ ദൈവം പിന്നെയും ചൂണ്ടിക്കാണിച്ചു. നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മുടെ ചോയ്സും നമ്മുടെ വ്യാഖ്യാനങ്ങളും പഠനവും കപടഭക്തിയും എല്ലാം അതിന് ഉൾപ്പെടുന്നു. ദൈവം അങ്ങനെ ഒരു 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 ലാർജ് സെക്ഷനാണ്. അതാണ് ഫൗണ്ടേഷൻ. അതിനുശേഷം നമ്മൾ 2-മത്തെ ഡിസ്കോഴ്സിലോട്ട് പോയി. മാത്യു 10,
സ്വർഗരാജ്യം ഇങ്ങനെ പ്രസംഗിക്കണം, അത് കൃപയുടേതാണ്, ഫ്രീ ആയിട്ട് കിട്ടിയത് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പം ദൈവം രാജാവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യം പ്രസംഗിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രമാണങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ സാക്ഷികളായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പോസിഷൻ ഉണ്ടാവും. ഇപ്പൊ ഡിസൈപ്പിൾ ആണെന്ന് ശരിക്ക് പറഞ്ഞ് ജീവിക്കുമ്പോൾ ഓപ്പോസിഷൻ ഉണ്ടാവും, തരണം ചെയ്യണം. സോ മനുഷ്യരെ പേടിക്കരുത്, ദൈവത്തെ മാത്രമേ പേടിച്ച് അനുസരിക്കാവൂ. മനുഷ്യരുടെ പേടി എപ്പോ വരുന്നോ അന്ന് അനുസരണം ഇല്ലാതാവും. അതുപോലെ മനുഷ്യരോട് എപ്പോ സ്നേഹം കൂടുന്നോ നമ്മൾ എന്ന് മറ്റുള്ള ഡിസൈപ്പിൾസിനെ ആദരിക്കാതെ പോകുന്നോ, ഉദാഹരണത്തിന് ഡിസൈപ്പിൾസിനെ ആദരിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അവരുടെ ദൈവത്തിന് കിട്ടിയത് കുരിശ. അപ്പൊ ഡിസൈപ്പിൾസിനെ ആദരിച്ചാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം അതിലും ഭേദം വേറെ ചില ആൾക്കാരെ ആദരിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടല്ലോ, അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അങ്ങനെ ഇഫ് യു ആർ അട്രാക്റ്റഡ് ടു പീപ്പിൾ ഹു ആർ നോട്ട് ഡിസൈപ്പിൾ, ദെൻ ആ ഡിസൈപ്പിൾഷിപ്പ് ലൈഫ് യു വിൽ ലൂസ്. അപ്പൊ പേടി കൂടിയാലും പ്രശ്നം, സ്നേഹം കൂടിയാലും പ്രശ്നം, ബഹുമാനം കൂടിയാലും പ്രശ്നം. ബഹുമാനിക്കേണ്ടവരെ മാത്രമേ ബഹുമാനിക്കാവൂ, സ്നേഹിക്കേണ്ട കർത്താവിനെ മാത്രമേ സ്നേഹിക്കാവൂ, ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ, കർത്താവിനെയും കർത്താവിന്റെ മക്കളെയും റെസ്പെക്ട് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ എന്ന് മാറുന്നു അന്ന് ഡിസൈപ്പിൾഷിപ്പ് ലൈഫ് താഴെ വീഴും. മൂന്നാമത് നമ്മൾ കിങ്ഡം പാരബിൾസ് എന്ന സെക്ഷനാണ്. എൻ്റെ രാജ്യം ഇങ്ങനെയാണ് എന്ന് കർത്താവ് പറയുന്നു. അപ്പം കർത്താവ് അവിടെ പറഞ്ഞത് എൻ്റെ രാജ്യം ചിലർ ഹൃദയം തുറക്കും, പക്ഷേ ലോകത്തിന്റെ പ്രയാസങ്ങളും അട്രാക്ഷനും ഒക്കെ വരുമ്പോൾ ഒരു അങ്ങ് പോവും, തളർന്നു പോവും, അല്ലെങ്കിൽ മടുത്തു പോവും. അതല്ലാതെ ഫലം പുറപ്പെടുവിക്കുമാറ് ഹൃദയം തുറന്നു കിടന്ന പല ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊരു മിക്സഡ് ആയിട്ടുള്ള ആളുകളാണ് ദൈവരാജ്യത്തുള്ളത്. അതുകൊണ്ട് ദൈവം മനുഷ്യൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് ദൈവം നോക്കുന്നുണ്ട്. യഹൂദന്മാര് സ്റ്റബേണായിട്ട് റിയാക്ട് ചെയ്തു, കർത്താവ് ന്യായവതിയായിട്ട് റിയാക്ട് ചെയ്തു. ഡിസൈപ്പിൾസ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു, കർത്താവ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഗിഫ്റ്റ് തന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്ന പോലെ ഇരിക്കും ദൈവത്തിന്റെ പ്രതികരണം. ആ ഒരു ചോയ്സ് നമുക്കുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്ന പോലെ ഗോഡും റിയാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ആ സെക്ഷനിലുള്ളത് ദൈവത്തിന്റെ രാജ്യത്ത് നല്ല ആൾക്കാർ വളരും, അതിൻ്റെ കൂടെ പാപം ചെയ്യുന്നവരും അഹങ്കാരികളും തന്നിഷ്ടക്കാരും സ്വസ്നേഹികളൊക്കെ വളരും. അവരെ കണ്ട് നമ്മൾ പേടിക്കരുത്, കർത്താവിനത് അറിയാം. അവരുടെ ഇടയിൽ വളരണം, കാരണം നമ്മുടെ നീതി പ്രവർത്തിക്ക് വാല്യൂ ഉണ്ട്. പിതാവിന്റെ രാജ്യത്ത് നമ്മുടെ നീതിയുടെ ഭാവി എന്ന് പറയുന്നത് അത് സൂര്യനെ പോലെ തിളങ്ങും. ആയതിനാൽ നമ്മൾ കൊടുക്കേണ്ട വില നമ്മൾ തിരിച്ചറിഞ്ഞ് വളരെ ഉത്തരവാദിത്തോടു കൂടെ സ്റ്റിവാർഡായിട്ട് ഈ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങളെ നമ്മൾ വിശ്വസിച്ച് വീതിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെയൊരു ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ ഒരു ടീച്ചിങ് സെക്ഷൻ, ചാപ്റ്റർ 13 നിന്ന് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് 4ാമത്തെ ടീച്ചിങ് സെക്ഷനാണ്, 18ാം അധ്യായം. അത് ഹ്യൂമിലിറ്റി എന്ന വിഷയത്തെ പറ്റി, താഴ്മ എന്ന വിഷയത്തെ പറ്റി പറയുന്നു. ഇതൊരു സ്വഭാവ വിശേഷണമാണ്. ഈ സ്വഭാവം മാറാനാണ് ഏറ്റവും പ്രയാസം. ഈ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാനുള്ളതാ. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എൻജോയ് ചെയ്യാനുള്ളതാ. ഞാൻ ദയാലുവാണെങ്കിൽ അത് ഞാനല്ല എൻജോയ് ചെയ്യണ്ടേ,
അപ്പൊ ഞാൻ എൻജോയ് ചെയ്യാൻ ഞാൻ സ്വസ്നേഹിയായി. ആ ദയാ സ്വഭാവം മറ്റുള്ളവരാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ എൻജോയ്, അങ്ങനെ അവൻ ഫ്രീ ആയിട്ട് എന്റെ നല്ല സ്വഭാവം എൻജോയ് ചെയ്യണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല സ്വഭാവത്തോടു കൂടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് മാത്രം നമ്മൾ നല്ല കുട്ടിയാണ്, നമ്മളെ വെറുക്കുന്നിടത്ത് നമ്മൾ പുലിയാണ്. ആ വ്യത്യാസം വരുന്നത് ഇതുകൊണ്ടാണ്. എന്നെ ഉപദ്രവിക്കുന്നവർ എന്റെ നല്ല സ്വഭാവം അങ്ങനെ ചുളിവിൽ അനുഭവിക്കണ്ട. ദൈവം എപ്പോഴും പറയാറുള്ളത് മറ്റുള്ളവരുടെ പാപം നോക്കി അല്ലെങ്കിൽ സ്വഭാവം നോക്കിയല്ല ഒരു ദൈവമക്കളുടെ സ്വഭാവം നമ്മൾ തീരുമാനിക്കേണ്ടത്. ദൈവത്തെ മാത്രം നോക്കിയേ തീരുമാനിക്കാവൂ. അതുകൊണ്ടാണ് താഴ്മയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവർ പോലും നമ്മുടെ ആ സ്വഭാവം അനുഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ വേദനിക്കും. അടിച്ചാൽ തിരിച്ചടിക്കില്ല, പകരം വീട്ടില്ല, അറ്റ്ലീസ്റ്റ് വരട്ട് പോലും ചെയ്യില്ല. നമുക്ക് തന്നെ തോന്നും നമുക്ക് കഴിവില്ല എന്ന്, നമുക്ക് ശക്തിയില്ല എന്ന് തോന്നും, നമ്മളെ ആരും ചിലപ്പോൾ മൈൻഡ് ചെയ്തെന്ന് വരില്ല. ഇങ്ങനെ വളരെ വേദനയുള്ള ഒരു സംഭവമാണ് ഈ താഴ്മ എന്ന് പറയുന്നത്. താഴ്മ മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്നതാണ് എല്ലാ സ്വഭാവവും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന് ഈ സ്വഭാവമുണ്ട്. അതായത് ഏറ്റവും ശക്തിമാനാണ് ദൈവം, ഏറ്റവും സുന്ദരനാണ് ദൈവം, ഏറ്റവും വിവരമുള്ള ആളാണ് ദൈവം. അങ്ങനെ എന്തെല്ലാം എടുത്താലും അതിൽ നമ്പർ 1 ആണ് ദൈവം. ഈ നമ്പർ 1 ആയ ദൈവത്തിന് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ എത്രയധികം നമുക്കത് വേണം. ദൈവത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു നമ്മളെ സഹായിക്കാനും ഇറങ്ങി വന്ന് കുരിശിൽ മരിക്കാനും. അപ്പൊ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഗോഡ്സ് ക്യാരക്ടർ. പലപ്പോഴും ആളുകൾക്ക് കൂടിയ ആളുകൾ പാപിയെ കാണുമ്പോൾ ദൈവത്തിന്റെ സ്നേഹമൊന്നും ഇറങ്ങി വരില്ല. അപ്പം അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പം ചില ആളുകളുണ്ട് ഭയങ്കര വചനജ്ഞാനമാ, പക്ഷെ സ്വഭാവമില്ല. ഉദാഹരണത്തിന് ഒരാൾ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് ഡോക്ടറോട് പറയാ, ഡോക്ടർ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷൻ ഞാൻ കാണാതെ പഠിച്ചു. ഏത് പാതിരാത്രിക്ക് ചോദിച്ചാലും ഡോക്ടറുടെ പേര്, അഡ്രസ്, ഹോസ്പിറ്റലിന്റെ പേര്, ഗുളിക, ഏത് ഗുളിക, എത്ര നേരം, ഇതെല്ലാം ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ കാണാതെ പഠിച്ചു, പക്ഷെ ഞാൻ ഗുളിക കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഗുണമില്ലല്ലോ. അതുപോലെയാണ് നമ്മൾ ഈ ബൈബിളെല്ലാം പഠിച്ച് നല്ല തിട്ടമായിട്ടിരിക്കുക, പക്ഷെ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞാൽ സ്വഭാവം മാറില്ല. അങ്ങനെ വരാതെ സ്വഭാവത്തോടു കൂടിയ ഹോളിനെസ്, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വഭാവം ഇല്ലെങ്കിൽ പരിശുദ്ധിക്ക് എന്തിനു കൊള്ളാം, എന്ത് വില? ദൈവത്തിനെ ക്ലീൻ ചെയ്താൽ പോരെ. പക്ഷെ സ്വഭാവം, അതിന്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വളരെ ടൈം എടുത്ത് ഹ്യൂമിലിറ്റിയെ പറ്റി പറയുന്നത്. അപ്പൊ അതിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ആളുകൾ വികാരമില്ലാത്ത താഴ്മ കാണിക്കും. റഫ് ആൻഡ് ടഫ് ആൾക്കാരുണ്ടല്ലോ, ആള് ക്ലീനാ, പക്ഷേ ഓക്കെ അങ്ങ് ക്ഷമിച്ചു കേട്ടോ, റഫായിട്ട് ഒരു വികാരമില്ലാത്ത താഴ്മ. ചിലവർക്കത് ബുദ്ധിമുട്ടാണ്, ചിലവർക്കത് ഈസി ആയിട്ട് വരും. അപ്പം വികാരത്തോടു കൂടിയൊരു താഴ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലവരെന്ത് ചെയ്യും, വികാരം അഭിനയിച്ച് താഴും. ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറയും. ഭയങ്കര പതപ്പിച്ച് സംസാരിക്കും, വികാരം അഭിനയിച്ച് താഴും. പിന്നെ ഉള്ളത് വലിയ വില്ലന്മാരാ, ചില സ്ഥലത്ത് മാത്രം താഴ്മ കാണിക്കും. ഉദാഹരണത്തിന് ഐസ്ക്രീം കഴിക്കുകയാണ്, വേറൊരാൾ ഐസ്ക്രീം ചോദിച്ചു, ഒരു കോൺ ഐസ്ക്രീമാണ്, ഉടനെ കോൺ ഐസ്ക്രീം 2ആയിട്ട് മുറിച്ചിട്ട് വലിയ കഷ്ണം ചോദിച്ച ആൾക്ക് കൊടുത്തിട്ട് ചെറിയ കഷ്ണം നമ്മൾ കഴിക്കും. ഭയങ്കര താഴ്മ. പക്ഷെ ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ചെയർ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ബൈബിള് വായിക്കുമ്പോൾ 2 പേര് ഒരുമിച്ച് വായിച്ചു, അപ്പോൾ ഒരാൾ പറയും ഓക്കെ സഹോദരൻ വായിച്ചു. അത് തെറ്റല്ല, പക്ഷെ അങ്ങനെ ചില ഇടകളിൽ മാത്രം, ചില സമയത്ത് മാത്രം താഴ്മ കാണിക്കുന്നവരുണ്ട്. ഇപ്പൊ വികാരമില്ലാത്ത താഴ്മ അത് മാറണം, വികാരം അഭിനയിച്ചുള്ള താഴ്മ അതും മാറണം, പിന്നെ ചില സ്ഥലത്ത് മാത്രം താഴ്മ കാണിക്കുന്നു അതും മാറണം.
ഇങ്ങനെ പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വളരെ ബേസിക് ഫൗണ്ടേഷണൽ ഡോക്ടറിനാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യത്തെ 10 വാക്യത്തിൽ ഇറ്റ് ടോക്സ് അബൌട്ട് ദ വാല്യൂ, ഓപ്പർച്യൂണിറ്റി, വാർണിംഗ് ആൻഡ് സീരിയസ്നെസ്. താഴ്മയുടെ വാല്യൂ, താഴ്മ തരുന്ന ചാൻസസ്, അതിലടങ്ങിയിരിക്കുന്ന ഒരു വാർണിംഗ്, അതിൻ്റെ ഗൗരവം. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷണൽ ആദ്യത്തെ 10 വാക്യത്തിലുള്ള സെക്ഷൻ. ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിൽ. നമുക്കത് ക്വിക്കായിട്ടൊന്ന് നോക്കാം. വാല്യൂ, ഓപ്പർച്യൂണിറ്റി, വാർണിംഗ് ആൻഡ് സീരിയസ്നെസ്. അപ്പം 1-ാം അധ്യായത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഡിസൈപ്പിൾസ് കെയിം ടു ജീസസ് ആസ്കിങ് ഹു ഗെറ്റ്സ് ദ ഹയസ്റ്റ് റാങ്ക് ഇൻ ഗോഡ്സ് കിങ്ഡം. ദൈവത്തിന്റെ രാജ്യത്ത് ഒന്നാമൻ ആരാണ്? നമ്മളിൽ പലരും അത് ചോദിച്ചില്ലെങ്കിലും ചിലപ്പോൾ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്തു പോകും. ജെനുവിൻ ഒരു കാര്യമാണ് പലരുടെയും മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്ന ഒരു ഹൂ ഇസ് നമ്പർ 1. അപ്പം കർത്താവ് അതിൻ്റെ ആൻസർ കൊടുത്തു. കർത്താവ് പറഞ്ഞു, താഴ്മ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ്, അതിന് നിങ്ങൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ കർത്താവ് എന്ത് ചെയ്തു? വേഴ്സസ് 2-5 ഒരു ചൈൽഡിനെ കൊണ്ട് നിർത്തി, എന്നിട്ട് പറഞ്ഞു, അൺലെസ് യു സ്റ്റാർട്ട് ലൈക്ക് ചിൽഡ്രൻ യു കനോട്ട് എൻജോയ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഒരു പൈതലിനെ പോലെ മനസ്സുള്ള സിമ്പിളായിട്ട് നമ്മുടെ സ്വഭാവത്തെ, ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ ആ ദൈവരാജ്യം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള താഴ്മയുള്ളവരാണ് ഗെറ്റ് ദ ഹയസ്റ്റ് വാല്യൂ ഇൻ ഗോഡ്സ് കിങ്ഡം. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. പക്ഷെ അതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താ? ലാസ്റ്റ് ലൈൻ, വാട്ട്സ് മോർ വെൻ യു റിസീവ് എ ചൈൽഡ് ലൈക്ക് on my account, it is same as receiving me. And whoever receives the little child like this in my name receives me. അതാണ് അതിന്റെ പോയിന്റ്. അതിപ്പം ദൈവത്തിന് ഏറ്റവും വാല്യൂ താഴ്മയാണ്. അതോടൊപ്പം ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ വരുന്നുണ്ട് നമുക്ക്. താഴ്മയുള്ളവനെ സ്വാഗതം ചെയ്യുമ്പോൾ എന്നെ സ്വാഗതം ചെയ്യുന്നത് പോലെയാ. അത്ര വാല്യൂ ഉണ്ട് താഴ്മയ്ക്ക്. ദൈവത്തിന് അത്ര ഇഷ്ടമാണ് ആ സ്വഭാവം. അപ്പം ഇറ്റ് ഈസ് വെരി വാല്യുബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് ഗിവിംഗ് യു എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. താഴ്മയുള്ളവനെ സ്വീകരിക്കുന്നത് എന്നെ റിസീവ് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെ കൊണ്ട് കർത്താവ് ആ ടീച്ചിങ് സെക്ഷൻ നിർത്തിയില്ല, ഒരു വാർണിംഗ് കൊടുത്തു. ഈ വാർണിംഗ് മാത്രം ഈ ട്രാൻസ്ലേഷനിൽ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് ദ മെസ്സേജ് എന്ന ട്രാൻസ്ലേഷനാണ്, പാരഫ്രൈസ്ഡ് ആണ്. ഇത് ഒരു കണ്ടംപററി ഇംഗ്ലീഷ് എന്നേ ഉള്ളൂ, പക്ഷെ ചില എക്സ്പ്രഷൻസ് ഇസ് വണ്ടർഫുൾ. ബൈബിൾ സ്റ്റഡിക്ക് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കരുത്. ബൈബിൾ ഒരു പാസേജ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് വായിച്ചാൽ നമുക്ക് അതിന്റെ തെറ്റെല്ലാം ഉണ്ടെങ്കിൽ അറിയാം. ഇഫ് യു ഗിവ് ദം എ ഹാർഡ് ടൈം എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവരെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ, bullying or taking advantage of their simple trust, you will soon wish you hadn't. താഴ്മയുള്ളവനെ ചൂഷണം ചെയ്താൽ നീ വേഗം വിചാരിക്കും, വേഗം നിനക്ക് തിരിച്ചറിവ് വരും, ചെയ്യണ്ടായിരുന്നു എന്ന്. കാരണം whoever causes one of these little ones to believe കൊല്ലണമെങ്കിൽ പല രീതിയിൽ കൊല്ലാം. മുക്കിയും കൊല്ലാം. ഈ മുക്കിക്കൊല്ലുമ്പോൾ ഈ എന്തിനാ ഈ കഴുത്തേൽ ഈ സാധനം കെട്ടിയിടുന്നേ? ഡെഡ് ബോഡി പൊങ്ങി വരാതിരിക്കാനാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇതൊരു മാനുഷികമായിട്ട് പറയാണ്, ആ ഡെഡ് ബോഡി പോലും പൊങ്ങി വരണ്ട. കഴുത്തേൽ ഈ സാധനം ഇട്ട് സൂയിസൈഡ് ചെയ്യാൻ പറയുകയല്ല, ഒരു അലങ്കാരിക ഭാഷയാണ്. അത്ര വെറുപ്പാണ്. താഴ്മയുള്ള മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് അവനെങ്ങാനും ഒരു തെറ്റ് ചെയ്താൽ, താഴ്മയുള്ളവന് തെറ്റ് പറ്റിയാൽ അവൻ തിരിച്ചു വരും, അവൻ കരയും, ക്ഷമ ചോദിക്കും, കണ്ണീര് ഇടും, അങ്ങ് താഴും, വയ്യ. പക്ഷേ അത് വേറെ കാര്യം. അവനെ ചൂഷണം ചെയ്യേണ്ട കാര്യം അതിന് തീരുമാനമായി. ഇഫ് എനിവൺ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ജെന്റിൽനെസ് ഓഫ് എ
ഫെലോ ബ്രദർ ഓർ എ സിസ്റ്റർ, ഭാര്യയാകാം, ഭർത്താവാകാം, താഴ്മയെ ചൂഷണം ചെയ്യുന്നവന് ചെയ്ത് കഴിയുമ്പോൾ അവൻ അപ്പൊ തന്നെ തിരിച്ചറിയും ചെയ്യണ്ടായിരുന്നു എന്ന്. കാരണം തമ്പുരാനാണ് വടിയായിട്ട് വരുന്നത്. ഡെഡ് ബോഡി പോലും കാണണ്ട, ആ ലെവലിലാണ് ദൈവത്തിന് അത്ര ആംഗ്രി ആവും ദൈവം. സോ ദാറ്റ്സ് എ വാർണിംഗ്. താഴ്മ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. താഴ്മയുള്ളവരെ സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്ന പോലെയാ. ഈ അത്ര സിമ്പിളായ ആളുകളെ എടുത്ത് വെറുതെ ചൂഷണം ചെയ്ത്, കാരണം അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. കയറി പണിതാൽ you will make it worse. Hard times are inevitable, but you don't have to make it worse, because it's doomsday to you if you do. ഇപ്പൊ നോക്കിയും കണ്ടൊക്കെ വേണം. താഴ്മയുള്ളവന്റെ നെഞ്ചത്ത് കയറരുത്, കർത്താവ് വെറുതെ ഇരിക്കില്ല. സോ there is a value for humility, there is an opportunity in humility. വാല്യൂ എന്താണ്? ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താ? താഴ്മയുള്ളവനെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ഒരു വാണിംഗ് ഉണ്ട്. കർത്താവ് പറഞ്ഞു, താഴ്മയുള്ള ആള് തെറ്റ് ചെയ്താൽ അത് നന്നാവും, അല്ലെങ്കിൽ അവൻ റിപ്പന്റ് ചെയ്ത് തിരിച്ചു വരും. പക്ഷെ അവനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്, അവിടെ പറയുന്നത് who caused them to sin, അത് ഡേഞ്ചറാണ്. കർത്താവ് അങ്ങനെ അതിനെ കണ്ടിന്യൂ ചെയ്യാണ്. 8 and 9 അതിന്റെ സീരിയസ്നെസ് പറയുകയാണ്. ഇവിടെയും അലങ്കാരിക ഭാഷയാണ്. നിന്റെ കൈ കൊണ്ടാണ് നീ അവനെ ഉപദ്രവിക്കുന്നതിൽ അത് വെട്ടിക്കളാ, അല്ലെങ്കിൽ കണ്ണെങ്കിൽ അത് എടുത്തുകള എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാനോ ദേഹം മുറിച്ച് കളയാനോ ഒന്നും അല്ല, എക്സ്ട്രീം സ്റ്റെപ്സ് എടുക്കണം. അപ്പൊ ഇതാ 2 ക്വസ്റ്റ്യൻ ആണ് എടുത്തു വരുന്നത്. അവിടെ ഹെല്ലെന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെ പറ്റിയാണെന്നൊക്കെ ഒരു 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 പ്രശ്നം വരാം. അതായത് മറ്റുള്ളവന്റെ താഴ്മയെ അഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? ദൈവത്തെ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻഡ് ഇഫ് യു ആർ സേവ്ഡ് and if you can't respect the quality of God which led him to the cross, are you saved? If you can't respect the quality of God which led him to the cross, കുരിശിലേക്ക് നയിച്ച ആ സ്വഭാവത്തെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ? അതാണ് അതിന്റെ സീരിയസ്നെസ്. അതിന്റെ ഒടുവില് ഭയങ്കര ഒരു കൺക്ലൂഷനാണ് കർത്താവ് കൊണ്ടുവരുന്നത്. വീണ്ടും ഒരു വാർണിംഗ്, വാച്ച് that you don't treat a single one of these childlike believers arrogantly. താഴ്മയുള്ളവനെ എടുത്ത് നമ്മൾ അഹങ്കാരം കാണിക്കരുത്, പൊങ്ങച്ചം അടിക്കരുത്, അവനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കരുത്. അവൻ തെറ്റിയാൽ അവൻ ക്ഷമ ചോദിക്കും, ഒതുങ്ങും, താഴെ വീഴും. നീതിമാൻ 7 പ്രാവശ്യം വീണാൽ എഴുന്നേൽക്കും. പക്ഷെ അഹങ്കാരം താഴ്മയുള്ളവനെ നെഞ്ചത്ത് കയറിയാൽ you realize, don't you, that the personal angels are constantly in touch with my Father in heaven. അവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിക്കരുത്. താഴ്മയുള്ളവർക്ക് അവരെ ഏഞ്ചൽസ് വാച്ച് ചെയ്യുന്നു. അന്നേരം തിരിച്ചടിച്ചില്ല എന്നുള്ളൂ, ചോദിക്കാനും പറയാനും അവർക്ക് ആളുകളുണ്ട്, നമ്മൾ കാണൂല എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് അതിന്റെ ഫൗണ്ടേഷൻ. ആദ്യത്തെ 10 വാക്യത്തിലാണ് അതിന്റെ ഫൗണ്ടേഷൻ. താഴ്മയ്ക്കൊരു വാല്യൂ ഉണ്ട്. എന്താ വാല്യൂ? ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്, സ്വർഗത്തിൽ അങ്ങനെയുള്ളവരാണ് ഗ്രേറ്റ്. ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെയുള്ളവരെ സ്വാഗതം ചെയ്യുന്ന ദൈവം പറയും എന്നെ റിസീവ് ചെയ്യുന്നതിന് തുല്യ. ഇതിക്കുള്ള എന്താ വേണ്ടേ? ഒരു വാർണിംഗ് ഉണ്ട്. ഇങ്ങനെ സിമ്പിൾ ട്രസ്റ്റ് ഉള്ളവരെ നമ്മൾ അവരുടെ അടുത്ത് പങ്കച്ചോ ചില അഹങ്കാരമൊക്കെ കാണിച്ച് അവരെ വേദനിപ്പിക്കുകയോ അവര് വെറുതെ തെറ്റിലേക്ക് ചെയ്താൽ, താഴ്മയുള്ളവൻ തെറ്റ് ചെയ്താൽ അവൻ വീണ്ടും താഴും, നിരപ്പ് പ്രാപിക്കും. അത് ആ സ്വഭാവത്തിന് കൂടെ ഉള്ളതാ, അനുദപിക്കും. പക്ഷേ ആ പ്രോസസ്സിലേക്ക് അവന് ഉന്തിയിട്ട് ഒരാളുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ
ഡെഡ് ബോഡി പോലും കാണത്തക്ക അത്ര ഗ്രാഫിക് ആയിട്ടാണ് ആ ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചത്. എന്ന് പറയുക കർത്താവ് ഒരിക്കലും വിട്ടുതരില്ല, പുറകെ കൂടും. അപ്പം സൂക്ഷിക്കുക. സീരിയസ്നെസ് എന്ന് പറയുന്ന ഏഞ്ചൽസ് ചുറ്റുമുണ്ട്. നമ്മൾ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കണം. താഴാനും താഴ്മയുള്ളവരെ അതേ രീതിയിൽ അവരെ ആദരിക്കാനും അവരെ കെയർ ചെയ്യാനും നമ്മൾ എക്സ്ട്രീം സ്റ്റെപ്സിലോട്ട് എടുക്കണം. കാരണം അവർക്ക് ചോദിക്കാനും പറയാൻ ഏഞ്ചൽസ് ചുറ്റുമുണ്ട്. അത് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മൾ ആളുകളോട് മിണ്ടണം. നോക്കിയും കണ്ടൊക്കെ നമ്മൾ ഇടപെടണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഗ്രീറ്റ് എവറി സെയിന്റ് ഇൻ ക്രൈസ്റ്റ്. സൂക്ഷിച്ച് ജീവിക്കുക. ദൈവരാജ്യത്തിൽ ഇതൊക്കെയാ ദൈവത്തിന് ഇഷ്ടം. ദൈവം മാറൂല. ദൈവം ഇത് അഡ്ജസ്റ്റ് ചെയ്യൂല. ഇത് മാറൂല. നമ്മൾ മാറുക, വേറെ വഴിയില്ല. അങ്ങനെ ആ ടീച്ചിങ് സെക്ഷൻ അങ്ങനെ അതിന്റെ അടിസ്ഥാനം വിട്ട് കർത്താവ് തുടങ്ങി. 12 മുതൽ 20 വരെയുള്ള വാക്യത്തില് തെറ്റ് ചെയ്ത ആളുകളെ ഡീൽ ചെയ്യുന്ന എങ്ങനെയെന്ന് വലിയ സെക്ഷനാണ്. അപ്പം ബി ഹംബിൾ വെൻ യു ആർ റൈറ്റ് ആൻഡ് വെൻ യു ആർ റോങ്. നമ്മൾ റോങ് ആണെങ്കിൽ നമ്മളെ തിരുത്താൻ ആളുകൾ വരുമ്പോൾ അത് കേട്ട് ദൈവസന്നിധിയിൽ താന്ന് അനുദപിച്ച് മുന്നോട്ട് പോകണം. നമ്മൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ, എന്നാൽ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുക, നമ്മൾ ഒരാളെ നന്നാക്കാൻ വേണ്ടി പോവുമല്ലോ, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പോവുമല്ലോ, അപ്പോഴും ചെയ്യുന്ന ആൾക്ക് ഒരു താഴ്മ വേണം. രണ്ട് കൂട്ടരും രണ്ട് സമയത്തും താന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 1 to 10 പ്രാബല്യത്തിൽ വരും. ബി ഹംബിൾ വെൻ യു ആർ റൈറ്റ്. അത് ഭയങ്കര പാടാണ്. നമ്മുടെ നീതിബോധം അങ്ങ് തളച്ചങ്ങോട്ടം കയറും. ധാർമ്മിക ബോധം അങ്ങ് ഉരുണ്ടങ്ങ് കയറും. അങ്ങനെ ദൈവത്തെക്കാൾ കൂടുതലും താഴ്മയൊന്നും നമുക്ക് ഇല്ല, ഉണ്ടാക്കാനും പറ്റൂല. അതുകൊണ്ട് നമ്മൾ വലിയ ഭക്തി ആരും കാണിക്കരുത്. അതിനെ കപടഭക്തിയായിട്ടാണ് സോളമൻ പറയുന്നുണ്ട്. ഡോണ്ട് ബി ഓവർലി റൈച്ചസ് എന്ന് പറഞ്ഞാൽ അധികം കാണിക്കുന്നത് എപ്പോഴും കപടമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് വരും. സോ നമ്മൾ ശരിയാണെങ്കിലും നമുക്ക് താഴ്മ വേണം, നമ്മൾ തെറ്റാണെങ്കിലും നമുക്ക് താഴ്മ വേണം. ശരിയാണെങ്കിൽ താഴ്മയിൽ തെറ്റിപ്പോയ ആളെ കറക്റ്റ് ചെയ്യണം. നമ്മൾ തെറ്റാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ താഴ്മയിൽ അത് അതിന്റെ പ്രിൻസിപ്പിളാണ്. കർത്താവ് കഥ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരാൾക്ക് 100 ഷീപ്പ് ഉണ്ടായിരുന്നു. ഒരു ഷീപ്പ് പോയി. അപ്പം പോയ ഷീപ്പിനെ തേടി പിടിച്ചെടുക്കുമ്പോൾ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ലേ? ദൈവത്തിനും അങ്ങനെ സന്തോഷമുണ്ട്. ഒരു തെറ്റിപ്പോയ ഒരു സിമ്പിൾ വിശ്വാസിയെ തിരികെ കൊണ്ടുവരാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചേക്കുന്നത്. ആ ശുശ്രൂഷ കിട്ടിക്കഴിയുമ്പോൾ അഹങ്കാരം കാണിക്കരുത്. പ്രിൻസിപ്പിൾ ഇതാണ്. ദൈവത്തിന് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പറയാണ്, നമ്മൾ ആ ശുശ്രൂഷയിൽ ഇടപെടുമ്പോൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇഫ് എ ബിലീവർ ഹേർട്സ് യു, ഗോ ടെൽ ഹിം, വർക്ക് ഇറ്റ് ഔട്ട് ബിറ്റ്വീൻ 2 of you. നമുക്കിത് അറിയാവുന്ന പാസേജ് ആണ്. നിങ്ങൾ തമ്മിൽ അത് പറഞ്ഞ് ശരിയാക്കാൻ നോക്ക്. ശരിയായില്ലെങ്കിൽ 2-3 പേരെ കൊണ്ടുപോകും. അവിടെയും ശരിയല്ലെങ്കിൽ സഭയോട് പറ. സഭയോടും പറഞ്ഞില്ലെങ്കിൽ പിന്നെയുള്ള വാക്കാണ് നമ്മൾ കെയർഫുൾ ആകണേ. അവനെ ജെന്റൈലും ചുങ്കക്കാരനുമായിട്ട് എണ്ണണം. വേഴ്സ് 17, ലെറ്റ് ഹിം ബി ലൈക്ക് എ ഹീതൻ ഓർ എ ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ അവനെ വെറുക്കണമെന്നല്ല. ഒരു ജാതി പശ്ചാത്തലം ഉള്ള ആളുടെ അടുത്ത് നമ്മൾ ഗോസ്പലായിട്ട് വീണ്ടും ചെല്ലും. വിശപ്പും ദാഹവും സഹിച്ച് നമ്മൾ ഗോസ്പലായിട്ട് എന്തെല്ലാം മലയുടെ മുകളിൽ കയറുന്നു. അതുപോലെ മെനക്കെട്ട് നമ്മൾ ആ ഫൊർഗിവ്നെസ് ഓഫർ ചെയ്യണം. പക്ഷെ എന്ന് പറഞ്ഞു അവന് വെറുതെ അവൻ ചെയ്തതല്ല ശരിയാണെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ലാസ്റ്റ് ലൈൻ ഞാൻ എഴുതിയത്. അത്ര സ്റ്റബേൺ ആണെങ്കിലും വീണ്ടും അവൻ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം. ഡു നോട്ട് ഹെയ്റ്റ്. അതുപോലെ ഡു നോട്ട് ഓണർ സ്റ്റബേൺനെസ്. നമ്മൾ ഒരു തെറ്റുകാരൻ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പ്രമാണങ്ങളുണ്ട്,
ചർച്ച് ഡിസിപ്ലിന്റെ വാക്യങ്ങളെല്ലാം പോളിന്റെ എപ്പിസോഡ്സിലുണ്ട്. അതെല്ലാം കറക്റ്റാണ്. ശിക്ഷ നടപടികളെല്ലാം ഉണ്ട്, പക്ക. അത് നമുക്ക് അറിയാതെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ നമ്മൾ ഫൊർഗീവ്നെസ് ഓഫർ ചെയ്യുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കരുത്. അതാണ് എന്റെ പോയിന്റ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫൊർഗീവ്നെസ് ഓഫർ ചെയ്ത് ദൈവത്തിനും മനുഷ്യനും കൊള്ളാത്തവനായിട്ട് ജീവിക്കരുത്. കാരണം നമ്മൾ സ്റ്റബേൺനെസ്സിനെ ആദരിക്കാൻ പാടില്ല, റെബല്യനെ ആദരിക്കാൻ പാടില്ല, ഫൊർഗീവ്നെസ് ഓഫർ ചെയ്യാം. അപ്പൊ നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിരിക്കണം. താഴ്മ ഇവിടേക്കാണ് ടെസ്റ്റ് ആകുന്നത്. 1000 പ്രാവശ്യം പറഞ്ഞു അവൻ കേട്ടില്ല, ഇനി അവന് വെച്ചേക്കാൻ പാടില്ല. അങ്ങനെ പ്രാക്കുള്ള മെന്റാലിറ്റി ഉണ്ടല്ലോ, അങ്ങനെ ഹെയ്റ്റ് ഉള്ള മെന്റാലിറ്റി, അങ്ങനെ മെന്റാലിറ്റിയിലോട്ട് നമ്മൾ പോകരുത്. ചർച്ച് ഡിസിപ്ലിനും അല്ലെങ്കിൽ എക്സ്കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പല സ്റ്റെപ്സ് എപ്പിസോഡ്സിലുണ്ട്. അതെല്ലാം കറക്റ്റാണ്. ഇവിടെ പറയുന്നത് നമ്മുടെ മനോഭാവമാണ്. അതായത് താഴ്മയില്ലാതെ നമ്മൾ ആ ചർച്ച് ഡിസിപ്ലിൻ ചെയ്യരുത്. അതാണ് ഇവിടെ. ആ താഴ്മയിലാണ് ഈ ചർച്ച് ഡിസിപ്ലിൻ പോലും ചെയ്യേണ്ടത്. അതാണ് ആ കമ്മിറ്റ്മെന്റ്. അതാണ് 17 വരെയുള്ള വാക്യത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രിവിലേജ് പറയാണ്, നിങ്ങൾ ഇങ്ങനെ താഴ്മയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇഫ് യു സേ യെസ് ഓൺ എർത്ത്, ഇറ്റ് ഈസ് യെസ് ഇൻ ഹെവൻ. നോ ഓൺ എർത്ത്, നോ ഇൻ ഹെവൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിത്യമായ കാര്യങ്ങളാണ്. വാട്ട് യു ടോക്ക് ഈസ് ഇറ്റേണൽ. നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നിത്യതയിൽ റെക്കോർഡഡ് ആണ്. ഭയങ്കര ഇപ്പൊ നമ്മൾക്ക് ഈ വേർഷനിൽ, നമ്മൾ വേറെ വേർഷനിൽ വായിച്ചാൽ ഇങ്ങനെയാണ് അതിന്റെ 18, 19, 20 വാക്യം. ഇഫ് ഐ സേ ടു യു, ഇഫ് ടു ഓഫ് യു എഗ്രി ഓൺ എർത്ത് കൺസേണിങ് എനിത്തിങ് ദാറ്റ് ദേ ആസ്ക്, ഇറ്റ് വിൽ ബി ഡൺ. താഴ്മയിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ദൈവം ആദരിക്കും, ഒറിജിനൽ താഴ്മയാണെങ്കിൽ. ദാറ്റ്സ് എ പ്രിവിലേജ്. നമ്മൾ റൈറ്റ് ആണെങ്കിലും നമ്മൾ റോങ് ആണെങ്കിലും താഴ്മയിൽ നമ്മൾ ഇടപെട്ട് ഒരു ബ്രദറിനെ കറക്റ്റ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ കറക്ഷൻ റിസീവ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ, when two of you get together on anything on earth and make a prayer of it, my Father will go into action. And when two of you are together because of me, I will be there. നമ്മുടെ താഴ്മയുടെ പ്രിവിലേജ് അത്രയും. ദൈവത്തെ അത്രയും വിവരമുള്ള ആളായതുകൊണ്ട് ഇറ്റ്സ് എ പ്രിവിലേജ് ടു സെർവ് ഗോഡ്, ഗോഡ്സ് പീപ്പിൾ ലൈക്ക് ദിസ്. സോ ഹ്യൂമിലിറ്റി രണ്ടാമത്തെ സെക്ഷനിൽ, യു ഷുഡ് ബി ഹംബിൾ വെൻ യു ആർ റൈറ്റ് ആൻഡ് യു ഷുഡ് ബി ഹംബിൾ വെൻ യു ആർ റോങ്. തിരുത്താൻ പോകുമ്പോഴും താഴ്മ വേണം, തിരുത്തപ്പെടുമ്പോഴും താഴണം. അതാണ് അതിന്റെ ജിസ്റ്റ്. അവസാനത്തെ സെക്ഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണ്. 21 to 35. You should be humble enough to forgive. ഈ ക്ഷമിച്ച് അവസാനം ഇപ്പൊ ക്ഷമ എന്ന വാക്കിന്റെ വിലയില്ലാതെ വന്നേക്കുക. നമ്മൾ ക്ഷമിക്കുന്നത് നല്ലതാണ്. മറ്റേ ആള് അത് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ക്ഷമിക്കണേ. നമ്മളെ പാപത്തോട് ദൈവം എങ്ങനെ ക്ഷമിച്ചോ അതിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. മറ്റാളുടെ നല്ല സ്വഭാവം നോക്കിയല്ല നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കേണ്ടത്. നമ്മൾ ദൈവത്തെ നോക്കിയാണ് സ്വഭാവത്തെ ക്രമീകരിക്കേണ്ടത്. നമുക്ക് താഴ്മ വന്നേ ഒക്കൂ. അപ്പൊ അതിന് മൂന്നാമത്തെ സെക്ഷനാണ് ക്ഷമിക്കാൻ, ഉള്ളിന്ന് ക്ഷമിക്കാൻ ഉള്ള താഴ്മ വേണം. കാരണം താഴ്മ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ, എന്നെ ഒരാള് 10 അടി അടിച്ചു എന്നിട്ട് ഞാൻ ക്ഷമിച്ചു, പക്ഷെ അടിച്ച് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, വേദന എടുക്കും. അതായത് താഴ്മയോട് ക്ഷമിച്ചാൽ പിന്നെ വാശി വരില്ല, പകരം വീട്ടാൻ തോന്നില്ല, വിരട്ടാൻ തോന്നില്ല, പ്രാഗില്ല. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്വഭാവങ്ങളാണ്. അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകും. വീണ്ടും താന്ന് അനുദപിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക. ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, താഴ്മയുടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യും, കഷ്ടപ്പെടുന്ന മൊത്തം നമ്മളാ.
ഞാൻ ഒത്തിരി വർഷം എന്നെ ബോദർ ചെയ്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ നമ്മൾ ഒരുമിച്ചായിരുന്ന സമയത്ത് സെമിനാരി പോയപ്പോഴൊക്കെ എൻ്റെ തലയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇതാ: കർത്താവിനെ അനുസരിക്കുമ്പോൾ എന്നെ ശത്രുവിന് ഭയങ്കര സന്തോഷം, കാരണം അവൻ എന്നെ അടിച്ചാൽ ഞാൻ തിരിച്ചടിക്കില്ല. അവൻ ഹാപ്പിയാ, കർത്താവിനും ഹാപ്പിയാ. ഓ, എന്നെ ഇഷ്ടപ്പെട്ടോണിവൻ തിരിച്ചടിച്ചില്ല, ആകെ വേദന എടുക്കുന്നത് എനിക്കാ. അപ്പൊ അതിനകത്ത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് വളരെ വർഷം എന്നെ ബോധർ ചെയ്തത്. അവസാനം അബ്രഹാമിന്റെ ആ പറഞ്ഞ വാക്യാണ് എന്നെ ഒത്തിരി പിടിച്ചു നിർത്തിയത്. ഐ വിൽ ബി യുവർ ഫ്രണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടോ? മതിയോ? മതി. അപ്പം സ്വഭാവത്തിന്റെ ഒരു വേദന അവിടെയാണ്. മറ്റുള്ളവര് അത് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നല്ല സ്വഭാവമുള്ളവർക്ക് വേദന എടുക്കും. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ദൈവത്തെ എൻജോയ് ചെയ്തത്. എന്തെല്ലാം ഉടായ്പ കാണിച്ചിട്ട് നമ്മൾ ഞായറാഴ്ച രാവിലെ പാട്ടൊക്കെ പാടുന്നത്. ദൈവം കുറെ സഹിച്ചതല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹിച്ചുകൂടെ? ഒന്ന് ക്ഷമിച്ചുകൂടെ? ഒന്ന് വഹിച്ചുകൂടെ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? ഒന്ന് സ്നേഹിച്ചുകൂടെ? ചിലപ്പോ ഈ ക്ഷമിച്ച് പോയാലും തിരിച്ചൊന്നും കിട്ടില്ല. പക്ഷെ കടപ്പാട് എപ്പോഴും ഓർക്കണം. എൻ്റെ പാപത്തെ ഫ്രീ ആയിട്ട് എനിക്ക് ദൈവം ക്ഷമിച്ചു തന്നതാ. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. അത് ഓർത്താലേ എനിക്ക് വേണ്ടി ദൈവം സ്വയം താന്ന് ഇറങ്ങി വന്നു. അത് മാത്രം ഓർത്താൽ മതി. നമ്മൾ എവിടെ വേണേലും താഴും. അത് മറന്നുപോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം അതിൽ കൂടുതലൊരു കാര്യമില്ല നമ്മളെ എൻകറേജ് ചെയ്യാൻ, ഈ ഉപദേശം പഠിക്കാൻ. എന്നെ ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ടി താന്നിറങ്ങി വന്ന് മരിക്കുക കൂടെ ചെയ്തു. ദൈവം മനുഷ്യനായെന്ന് പറഞ്ഞാൽ ഓർക്കാൻ കൂടെ വയ്യ. എനിക്ക് LKG സ്റ്റുഡന്റ് ആവാൻ ഇപ്പോഴും പേടിയാ. കാരണം അന്ന് കിട്ടിയ അടിയുടെ ഓർക്കുമ്പം എനിക്ക് ഇന്നും സ്കൂളിൽ പോകാൻ പേടിയാ. 6ാം ക്ലാസ്സിലാവാൻ പേടിയാ. മലയാളം പഠിപ്പിച്ച മാഷിന്റെ പിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ചെറുതാവാൻ പേടിയാ. സ്കൂളിൽ പോകാൻ പേടിയാ. തിരിച്ച് പ്രായം കുറഞ്ഞ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ വീണ്ടും പഠിക്കാൻ പേടിയാ. പലർക്കും പല പേടി കാണും. താഴാൻ പേടി കാണും. ദൈവത്തിന് അങ്ങനെ ഒരു സംഭവം ഇല്ല. ദൈവം വളരെ കമ്മിറ്റഡ് ആയിട്ട് താന്നു വന്നു. അത് നമ്മൾ ഓർത്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതാണ് കടപ്പാട്. കടപ്പാടില്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. അതാണ് ലാസ്റ്റ് സെക്ഷൻ 21 to 35. അവിടെ കർത്താവ് കഥയാ പറയുന്നത്. ഒരു രാജാവ്, 18-21 വായിക്കാം. അവിടെ Peter came and said to him, Lord, how often shall my brother sin against me and I forgive him? Jesus said to him, up to 7 times, up to 70 times 7. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. വാശിയും വൈരാഗ്യവും പ്രാക്കും വെച്ചുകൊണ്ടിരിക്കാതെ ക്ഷമിക്കുക. അപ്പൊ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ആ കർത്താവിന്റെ പോയിന്റ് 24 hours, വേഴ്സ് 21 പോയിന്റ് അവന് കടം തരാനുള്ള ചെറിയ എമൗണ്ട് വേറെ സെർവന്റിനെ കണ്ടു, അവനെ പിടിച്ച് ജയിലിട്ടു. ഇതറിഞ്ഞ രാജാവ് ആ സെർവന്റിനെ ശിക്ഷിച്ചു. ഇങ്ങനൊരു കഥ, അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ മാസ്റ്റർ, ആ ഒരു കഥ. അവിടെ പോയിന്റ് ഇതാണ്: ഞാൻ നിന്നോട് കരുണ കാണിച്ചു, നിനക്ക് വേണ്ടി ഞാൻ മോളിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, നിനക്ക് വേണ്ടി ഞാൻ ചെറുതായി. നിനക്ക് ചെറുതായിക്കൂടാ? എനിക്കില്ലാത്ത അഹങ്കാരം നിനക്കെന്തിനാ എന്ന് ദൈവം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഞാൻ നിന്നോട് കരുണ കാണിച്ചു, ഫ്രീ ആയിട്ട് ക്ഷമിച്ചു കിട്ടി, ഫ്രീ ആയിട്ട് എൻ്റെ പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി. എന്നിട്ട് വഴിയിലൊരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ താഴാൻ വയ്യ, ക്ഷമിക്കാൻ വയ്യ, വാശി, വൈരാഗ്യം, പ്രാക്ക്, പക. അതുകൊണ്ടാണ് 32 to 35 കിങ് summoned the man and said, you evil servant, I forgave your entire debt when you begged for mercy. Shouldn't you be compelled to be merciful? King was very furious. The last line, and that's exactly my Father in heaven is going to do to each one of you who does not forgive unconditionally to anyone who asks for mercy. And വാക്യം 35 വാക്യം, so my heavenly Father will also do to you if each of you from his heart, ഹൃദയത്തിൽ നിന്ന്
ഡസ് നോട്ട് ഫൊർഗിവ്. അപ്പം തെറ്റ് ചെയ്തവർക്ക് ചാകരയാ, വെറുതെ കയറി ഒന്ന് ചോദിച്ചാൽ മതിയല്ലോ. അവന്റെ ഹൃദയം തുറന്നു നോക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. നമുക്കോ വേദനയാ. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഭയങ്കര കരഞ്ഞു പോകും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊന്നും പഠിച്ച് വരുന്നേ ഉള്ളൂ, ഇപ്പോഴും കുറച്ച് കുറച്ചൊക്കെ അറിയുള്ളൂ. ആദ്യമായിട്ട് ഞാൻ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായത് ശരിക്കും അത്ര ശരിയല്ലായിരുന്നു. കർത്താവേ അവനെ കാത്തുകൊള്ളണേ. ജനറൽ ആയിട്ടൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ കരഞ്ഞുപോയി. കാരണം എനിക്ക് ഉറപ്പായിരുന്നു ആ പ്രാർത്ഥന കേൾക്കും. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അങ്ങനെ ഇത്രയും ഉപദ്രവിച്ച ഒരാള് എന്തിനാ ഇത്ര ഫ്രീ ആയിട്ട് നന്മ അനുഭവിക്കുന്നത്? ഒരു പിച്ചെങ്കിലും കൊടുക്കണ്ടേ? അപ്പോഴും ഈ കടപ്പാട് എന്നെ ഓർമ്മിപ്പിച്ചു. നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങി വന്നില്ലേ? കണക്ക് വല്ലതും ചോദിച്ചോ? ഇല്ല. ഇത്രയും വർഷം പാപം ചെയ്തപ്പം ഓരോ പാപത്തിനും ഓരോ വിരല് ഞാൻ വെട്ടിയോ? ഇല്ല. വന്നു കയറി ചോദിച്ചു, ഞാൻ ക്ഷമിച്ചില്ലേ? പിന്നെ നിനക്കെന്തിനാ ഇത്ര അഹങ്കാരം? അതാണ് കർത്താവ് അങ്ങനെ ചോദിച്ചാ പിന്നെ അതിന് എതിരെ അപ്പീലില്ല. അതുകൊണ്ട് ഇത്രയും കാണിച്ചിട്ട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ പിതാവ് അങ്ങനെ ചെയ്യുന്നു തന്നെ. പിതാവ് മണ്ടനല്ല കേട്ടോ, ദൈവത്തിന് അപാര വിവരമുള്ള ആളാ, ഭയങ്കര സ്മാർട്ടാ. നമുക്കിട്ട് കറക്കാനൊന്നും പറ്റുമൊന്നുമില്ല. മൈ ഫാദർ വിൽ ഡു ഇഫ് യു ഡോണ്ട് ഫോർഗീവ് അൺകണ്ടീഷണലി. അപ്പൊ ഇതാണ് ഈ ടീച്ചിങ് സെക്ഷനിലെ കൺക്ലൂഡിങ് പാർട്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 തൊട്ട് 10 വരെ ഹ്യൂമിലിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട്. ദൈവത്തിന് നമ്പർ 1 ആണ് ആ സ്വഭാവം. അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാളെ സ്വാഗതം ചെയ്താൽ എന്നെ റിസീവ് ചെയ്യുന്നത് പോലെ സൂപ്പർ. ഇതിലിപ്പോ എല്ലായിടത്തും ഉണ്ടല്ലോ അങ്ങനെ ആളുകൾ. അഭിനയിക്കുന്നവരെ തിരിച്ചറിയണം, അത് വേറെ കാര്യം. അല്ലാതെ ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തോട് ചോദിച്ച് ദൈവം കാണിച്ചു തരും. പിന്നെ ഒരു വാണിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ആളെ നീ തെറ്റ് ചെയ്യിപ്പിച്ചാൽ അവൻ നേരെയാവും, കാരണം നീതിമാൻ വീണാൽ എഴുന്നേക്കും. പക്ഷെ നീ അവന്റെ നെഞ്ചത്ത് കയറിയാൽ കളി വേറെയാണ്. അവന്റെ ഏഞ്ചൽസ് സീരിയസ് ആണ്. ഏഞ്ചൽസ് എൻ്റെ പിതാവിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നീ മുഖാന്തരം താഴ്മയുള്ളവനെ നീ പാപത്തിലേക്ക് നയിക്കരുത്. ഇതാണ് അടിസ്ഥാന ഉപദേശം. അത്ര സീരിയസ് ആണ്, അത്ര വാല്യുബിൾ ആണ്, അത്ര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്വഭാവമാണത്. രണ്ടാമത് 12 തൊട്ട് 20 വരെ നമ്മൾ ശരിയാണെങ്കിലും താഴണം, നമ്മൾ തെറ്റാണെങ്കിലും താഴണം. നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്ത ആളെ തിരുത്താൻ പോകുമ്പോൾ, പാപികളെ കാണുമ്പോൾ നമ്മൾ വലിയ ജാടയൊന്നും കാണിക്കാതെ താഴ്മയിൽ പോണം. നമ്മൾ തെറ്റാണ് ഒരാളെ തിരുത്താൻ വരികയാണെങ്കിൽ അവിടെയും വലിയ വകുപ്പൊന്നും പറയാതെ താഴ്മയിൽ ദൈവത്തിന്റെ നാമത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യണം, അനുദപിക്കണം. സോ ബി ഹംബിൾ വെൻ യു ആർ റൈറ്റ് ആൻഡ് ബി ഹംബിൾ വെൻ യു ആർ റോങ്. അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് പറയാം, ബി ഹംബിൾ ഇനഫ് ടു ഫൊർഗിവ്. at the end of the day അവൻ എന്ത് ചെയ്യുന്നു എന്ന് നീ നോക്കണ്ട. നിന്റെ ഉള്ളിൽ പ്രാക്കോ ബിറ്റർനെസ്സോ കയ്പോ ഒന്നും ഉണ്ടാകരുത്. വി മസ്റ്റ് ലേൺ ടു ഫൊർഗിവ്. ഫൊർഗിവ് ആൻഡ് ഫൊർഗെറ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം എന്നെ ഉപദ്രവിച്ചിട്ടൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല, മനസ്സിൽ കിടപ്പുണ്ട്. നമ്മളൊന്നും അങ്ങനെ മറക്കില്ല. നമ്മൾ ചിലപ്പോൾ മറന്നു വന്നിരിക്കും, പക്ഷെ ഓർമ്മ വരും കുറച്ച് കഴിയുമ്പോൾ. അതിൽ ഇച്ചിരി പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പഴയ സ്കൂളിലൊക്കെ ഉപദ്രവിച്ചതിനെ പറ്റി നമ്മൾ ഓർമ്മയൊക്കെ വരുന്നേ. അപ്പം അങ്ങനെ ചിലപ്പോൾ അറിയാതെ മറന്നു പോകും. പക്ഷേ നമ്മുടെ മനോഭാവം മറ്റുള്ളവർ എങ്ങനെയാണെന്ന് നോക്കിയല്ല നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ക്രമീകരിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ താഴ്മയിൽ ക്ഷമിക്കാൻ മനസ്സുള്ളവരായിട്ട് ജീവിക്കണം. അതിനെ എൻകറേജ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം എങ്ങനെ നമ്മളെ ഹാൻഡിൽ ചെയ്തു എന്ന് നമ്മൾ ഓർത്ത് നമുക്ക് അതിനെപ്പറ്റി ഒരു കടപ്പാടുണ്ടെങ്കിൽ സംഗതി വർക്ക് ചെയ്യും. അതല്ലാതെ ഞാൻ ഇച്ചിരി താഴ്മയായാൽ
എനിക്ക് എന്തെങ്കിലും കിട്ടും ചർച്ചിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വീട്ടിൽ കിട്ടും, സ്കൂളിൽ കിട്ടും, ഓഫീസിൽ കിട്ടും, ഇങ്ങനെയൊന്നും വിചാരിക്കാതെ എപ്പോഴും ദൈവത്തിന്റെ ആ കൃപയോടെ ക്ഷമിക്കാൻ തയ്യാറായ താഴ്മയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം അത് നിലനിർത്തും. ഇതാണ് ആ ഡിസ്കോഴ്സ് നമ്പർ 4. ഇതോട് വളരെ കണക്റ്റഡ് ആണ് ഡിസ്കോഴ്സ് 5. അടുത്ത ആഴ്ച നമ്മൾ മാത്യു 24-25 ഒലിവറ്റ് ഡിസ്കോഴ്സ്, അതിനകത്ത് ഭാവി കാര്യങ്ങളെ പറ്റി പഴയ നിയമ പ്രവചനം എല്ലാം കണക്റ്റഡ് ആണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഡിസൈപ്പിൾഷിപ്പ് ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ ഒരു തീം മാത്രമേ എടുക്കുന്നുള്ളൂ. യഹൂദന്മാര് കർത്താവിനെ കൺകാണുക കാണുന്ന ഒരു സമയം വരും. അപ്പം ദൈവത്തിന് എങ്ങനെയാണ് ആളുകൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത്? അപ്പൊ അതിനകത്ത് ചർച്ച ഉണ്ടോ? ഏത് വാക്യ ചർച്ചിനെ പറ്റി, ഏത് വാക്യ യഹൂദനെ പറ്റി, അത് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, അതിനുള്ള സമയവുമില്ല. പക്ഷെ ജനറലി ഗോഡിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ കാത്തിരിക്കണം എന്ന് ഗോഡ് അവരോട് പറയുകയാണ്. അതാണ് അടുത്ത ലാസ്റ്റ് ടീച്ചിങ് സെക്ഷൻ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച അത് ധ്യാനിക്കാം. അപ്പൊ ഈ 3 കാര്യം മറക്കരുത്. നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷൻ ഹ്യൂമിലിറ്റിയാണ് ടീച്ചിങ് സെക്ഷൻ. അതിനൊരു വാല്യൂ ഉണ്ട്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. താഴ്മയുള്ളവനെ വെൽക്കം ചെയ്യുകയാണെങ്കിൽ എന്നെ വെൽക്കം ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു വാർണിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ആളെ തെറ്റിലേക്ക് നയിക്കരുത്. അവൻ തെറ്റ് ചെയ്ത് അവൻ അനുതപിക്കും. പക്ഷെ നീ അവനെ കൊണ്ട് അതിലോട്ട് പോയാൽ അതിന് അതിൻ്റെതായ ഭയങ്കര റിസൾട്ട് കോൺസിക്വൻസസ് ആണ്. സീരിയസ് ആണ് കാര്യം. ഏഞ്ചൽസ്, അവന്റെ ദൂതന്മാർ പിതാവിനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ആളുകളുണ്ട്. താഴ്മയുള്ളവരെ ചൂഷണം ചെയ്യരുത്. അത് കഴിഞ്ഞ് പറയാണ് രണ്ടാമത്തെ സെക്ഷനിൽ, നമ്മൾ ശരിയാണെങ്കിലും താഴണം, തെറ്റാണെങ്കിലും താഴണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3, ക്ഷമിക്കാൻ ഉള്ള മനോഭാവം, അതിലേക്കാണ് താഴ്മ വന്ന് എത്തിക്കുന്നത് നമ്മളെ. അങ്ങനെ കർത്താവിന്റെ ആ മനസ്സ്, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. വേദന എടുക്കും, ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും, ഉപദ്രവിക്കും ഒക്കെ ചെയ്യും. പക്ഷെ അത് നോക്കിയല്ല നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെ ജീവിക്കണമെന്ന്. അങ്ങനെ താഴ്മയുടെ സ്വഭാവം ഉടലെടുക്കാൻ. ഇപ്പൊ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താ? മറ്റുള്ളവർക്ക് ആ സ്വഭാവം, നമ്മുടെ സ്വഭാവം എൻജോയ് ചെയ്യണം. അതാണ് അതിൻ്റെ ഏറ്റവും ഗുണവും ഏറ്റവും വേദനയുള്ള സ്ഥലവും. അത് മനസ്സിലാക്കി താഴാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ദൈവം എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നത്, ചില കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് ധ്യാനിച്ച് സീരീസ് നമുക്ക് ഗോഡ് വില്ലിംഗ് വി വിൽ വൈൻഡ് അപ്പ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ്.